മാത്തൂർ പഞ്ചായത്തിലെ ആനിക്കോട് സരിക പബ്ലിക് സ്കൂളാണ്. ഇവിടെ 3 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. 3 ബൂത്തുകളിലും നല്ല രണ്ട് ബൂത്തുകളിലെയും ഇതിൽ 2 ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ കുറേ സമയമായി നല്ല തിരക്കുണ്ടെന്ന് തന്നെയാണ് ഈ വോട്ടർമാർ പറയുന്നത്. ഈ 2 ബൂത്തുകൾ 3 ബൂത്തുകളിൽ ഒരു ബൂത്തിൽ മാത്രമാണ് ആള് കുറവുള്ളത്. അവിടെ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ മറ്റ് 2 ബൂത്തുകളിലും വളരെ വലിയ ക്യൂ ഉണ്ട്. വളരെ നിരവധി ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ആനിക്കോട് ഈ സരിക സ്കൂളിലെ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ ഉണ്ട്. കുറേ സമയമായി 159 നമ്പർ ബൂത്താണ്. ആ ബൂത്തിൽ കാര്യമായ തിരക്ക് കാണുന്നില്ല. പക്ഷെ മറ്റ് 2 ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്. 159 ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത്. അതിൽ തിരക്കില്ല. മറ്റ് 2 ബൂത്തുകളിലുമാണ് വലിയ തിരക്ക്. ആളുകൾ വലിയ പരാതിയുമൊക്കെ ഇവിടെ പറയുന്നു. മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നു, ക്യൂ വേഗത്തിൽ നീങ്ങുന്നില്ല, വോട്ടിംഗ് വേഗത്തിൽ പോകുന്നില്ല, പരാതിയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്താ ഭയങ്കര സ്ലോ ആണോ ഈ പ്രോസസ്സ്? 10 മണിക്ക് നിന്നാണ് ഇപ്പൊ 15 കാലായി. ഇനി 1 മണിക്കൂറും കൂടി ആകണം അവിടെ എത്താൻ. വളരെ സ്ലോ ആണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ബൂത്ത് നമ്പർ എത്രയായത്? 142. തൊട്ടപ്പുറത്തെ ബൂത്തിൽ വലിയ തിരക്കില്ല. അവിടെ ഇല്ല, തിരക്കില്ല. ഈ 142 ബൂത്തിൽ 1 മണിക്കൂറായി ഇവിടെ എത്താൻ. 1 മണിക്കൂർ കൂടി വേണം അവിടെ എത്തണമെങ്കിൽ. അകത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. അത് എന്താണെന്ന് നമുക്ക് അറിയില്ല. അവിടെ പോയി നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അത് അതിന്റെ ഉള്ളിൽ ആരാണ് ബന്ധപ്പെട്ടത് ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരുന്നു. കുറെ സമയം വന്നിട്ട് ഏതാണ്ട് ഞങ്ങളിപ്പോ 1 മണിക്കൂറിന് മുകളിലായി ക്യൂ നിൽക്കുന്നു. തിരക്ക് വലിയ തിരക്കെന്ന് പറയാനില്ല. പക്ഷേ ഈ പോയി വന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ആ ബീപ് ശബ്ദം കേൾക്കാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബീപ് ശബ്ദം കേൾക്കാൻ അതെ. ആ കൺഫർമേഷൻ കിട്ടാതെ പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. അതാണ് കുറെ സമയമായി കാണും അല്ലേ? കുറച്ച് സമയമായി. അങ്ങനെ മെഷീൻ കുറച്ച് ഭയങ്കര സ്ലോ ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര ഡിലേ ആണ്. അതുകൊണ്ട് ഇപ്പോൾ ലേഡീസൊക്കെ അവർ വന്നിട്ട് ഏകദേശം നമ്മൾ തന്നെ ഇങ്ങോട്ട് 1 മണിക്കൂർ വന്ന ടീമുകളാണ് അവിടെ ഉള്ളത്. കുട്ടികളെയും വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. കുറെ സമയം വന്നിട്ട് ഒരുപാട് ഡിലേ ആണ്. പ്രായ ആൾക്കാരൊക്കെ ഉണ്ടെന്നോ? പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ അമ്മമാരൊക്കെ ഇരിക്കാൻ ഒരുപാട് സമയം. കുറെ സമയമായി വന്നിട്ട്. എത്ര മണിക്ക് വന്നേ? ചവിയൊന്നും അറിയില്ല. അവിടെ വീട്ടിൽ വന്നത് കാര്യമായിട്ട് ഞാൻ ഞങ്ങൾ വന്നിട്ടൊക്കെ സമയമായി. 10 മിനിറ്റ് മുന്നേ വന്നാണ്. സാധാരണ തിരക്ക് ഉള്ളതാണോ? എപ്പോഴും തിരക്കുള്ളതായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ആയവർ ക്യൂ നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് സമയം നിന്നാൽ മാത്രമേ ക്യൂ അവർക്കകത്ത് കയറി വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ബൂത്തിലാണ് ഏറ്റവും 142 നമ്പർ ബൂത്തിലാണ് ഏറ്റവും വലിയ തിരക്കുള്ളത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ക്യൂവിൽ ഒരുപാട് സമയം വന്നിട്ട് അല്ലേ? 9 വരി തന്നെ ഒഴുകിട്ടേ ഇല്ല. തിരക്കാണ്. ലോകം എന്താന്ന് അറിയില്ല. 1.5 മണിക്കൂറായി നിർത്താം. തല കറങ്ങണു. ഇപ്പൊ പുക. വെള്ളമൊക്കെ തരുന്നില്ലേ? ഓ, വെള്ളമൊക്കെ തരുന്നുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് കുറച്ചുകൂടെ നിൽക്കേണ്ടി വരില്ലേ? നല്ല തിരക്കായി. മെഷീൻ കംപ്ലൈന്റ് ആണ്. മെഷീൻ സ്ലോ ആണെന്ന് പറയും. ഒന്നും കാണത്തന്നെ. പഞ്ചായത്ത് ഇലക്ഷനും കാണത്തന്നെ. അങ്ങനെ വരുന്നൊന്നും മതിയാവും. 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വരൂല്ലോ. ആഴ്ചക്ക് വന്നാലും കുഴപ്പമില്ല. അപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. ആഴ്ചക്ക് വന്നാലും കുഴപ്പമില്ല. ഒരു സീറ്റ് കിട്ടി അവിടെ ഇരിക്കുമല്ലോ. ഇത് തന്നെയാണ് ആളുകളുടെ പ്രതികരണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇലക്ഷൻ വരുന്നതിനുമുള്ള ബുദ്ധിമുട്ടുമൊക്കെ പറയുന്നത്. ഏതായാലും ഈ മാത്തൂരിൽ ഇപ്പോഴും നല്ല ഈ 2 ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്. ഒരുപാട് സമയം നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്ന പരാതിയാണ് ആളുകൾ പറയുന്നത്.